പ്രിയമുള്ളവരെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയാറുണ്ട്. രോഗം വരാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ കുറേയൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല വ്യായാമം വേണം. മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കണം. ഈ കോള പോലുള്ള പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കണം. ഉപ്പിൻ്റെ അമിത ഉപയോഗം നമ്മൾ കുറക്കണം. ചിലർ വേദന സംഹാരികൾ ധാരാളം കഴിക്കുന്നുണ്ടാവും. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഉറക്കം പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ള ഉറക്കം വേണം. ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ പ്രമേഹമൊക്കെ വരാതെ നോക്കണം. അതങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട്. എന്നാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ലിവറുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ലിവറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ നമ്മൾ അമിത മദ്യപാനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിർത്തണം. അത് കുറയ്ക്കുകയല്ല വേണ്ടത്, നിർത്തുക തന്നെ വേണം. പിന്നെ അണുബാധകളൊക്കെ വരാതെ നോക്കണം. അമിത വണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കണം. കൊളസ്ട്രോൾ, പ്രമേഹം, ഫാറ്റി ലിവർ ഇതൊന്നും വരാതെ നമ്മൾ തന്നെ നോക്കേണ്ട വരും അതൊക്കെ. പിന്നെ ഈ മരുന്നുകളുടെ അമിത ഉപയോഗം ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്വമാണ്. അതൊന്നും ചെയ്യാതെ ഈ വ്യായാമം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പക്ഷേ ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒരു ചേഞ്ച് വരുത്തി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കാണ്. പരമാവധി കഴിയുന്നവർ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു. എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി സമയം ചിലവാക്കി ഇതേപോലെ വ്യായാമം ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഈ വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യുക.